ഹായ്, ഇന്ന് കുട്ടി സ്പെഷ്യൽ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ആർക്കെങ്കിലും മിസ് ചെയ്യാമോ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു സ്റ്റെയിനർ വെച്ചിട്ടുണ്ട്. 2 കപ്പ് അളവിൽ മൈദയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് മൈദയും 1 കപ്പ് ഗോതമ്പ് പൊടിയായിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഞാൻ അളന്ന് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ലൈവായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് കൂടും, അതുകൊണ്ടാണ്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ, 1 നുള്ള അളവിൽ ഉപ്പ്, നല്ലത് 2 പിഞ്ച് ഇട്ടോളൂ, കുഴപ്പമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 3 തവണ അരിച്ചെടുക്കണം, എന്നാൽ മാത്രമേ കറക്റ്റ് ഒരു ടെക്സ്ചർ കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 3/4 കപ്പ് അളവിൽ പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. 3/4 കപ്പ് അളവിൽ പഞ്ചസാര പൊടിച്ചത് പറഞ്ഞാൽ ഏകദേശം 1 കപ്പ് അളവിൽ പൗഡേർഡ് ഷുഗറാണ് കേട്ടോ. 1 കപ്പ് അളവിൽ പൗഡേർഡ് ഷുഗർ ഏകദേശം 3/4 കപ്പ് അളവിലാണ് അരിച്ച് കഴിയുമ്പോൾ കിട്ടുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ അരിച്ചെടുക്കാം. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്താൻ വേണ്ടിയിട്ടാണ്. കണ്ടത് അരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ പഞ്ചസാരയുടെ തരികൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. പഞ്ചസാരയുടെ തരികൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ പാത്രത്തിലേക്ക് തന്നെ മാറ്റാം. ഇനി ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇപ്പം ഞാൻ എഗ്ഗ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ വേറൊരാൾക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് എഗ്ഗ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് ഇവിടെ ഒരു ദിവസം എഗ്ഗ്ലെസ് ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് കാണിച്ചു തരാം. ബീറ്റ് ചെയ്യാം. ബീറ്ററിൻ്റെ ആവശ്യമില്ല, ഹാൻഡ് വിസ്ക് വെച്ച് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഇത് മതി. ഇനി ഇതിലേക്ക് ബട്ടർ മിൽക്കാണ്, നല്ല തിക്കായിട്ടുള്ള ബട്ടർ മിൽക്കാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. തൈരല്ല, തൈര് ഞാൻ കുറച്ച് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് പാലെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് വെച്ച് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ബട്ടർ മിൽക്കാവും. ഇത് നല്ല തിക്കായിട്ടുള്ള കേട് ഞാനൊന്ന് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് 3/4 കപ്പ് അളവിലാണ് വേണ്ടത്. 3/4 കപ്പ് അളവിലാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇത് റൂം ടെമ്പറേച്ചർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അര കപ്പ് അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ മിക്സ് ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇതിലേക്ക് ചേർക്കുന്ന എല്ലാ കാര്യങ്ങളും റൂം ടെമ്പറേച്ചറിലായിരിക്കണം കേട്ടോ. റൂം ടെമ്പറേച്ചർ പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ഒരു 20-21 AC ലെവലിൽ, കാരണം ചില സ്ഥലത്തേക്ക് ചൂട് കൂടുതലായിരിക്കും. അപ്പോൾ അത് നോർമൽ റൂം ടെമ്പറേച്ചർ ഒന്നും പറയാൻ പറ്റില്ല. ഒരു 21-22 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്റർ സെറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ബാറ്റർ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പൈപ്പിംഗ് ജാറിലേക്ക് മാറ്റാം. ഞാനിവിടെ ഇങ്ങനെയുള്ളൊരു കപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ പൈപ്പിംഗ് ബാഗിലാക്കി ചെയ്യാണ് നല്ലത്. നമുക്ക് അല്ലെങ്കിൽ ഒരു സ്പൂൺ യൂസ് ചെയ്താലും മതി. പക്ഷെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെക്കുന്നുണ്ട്, നമുക്ക് ആ കറക്റ്റ് ഒരു ടെക്സ്ചറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മുടെ പേപ്പർ കപ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെവിടെ ഇരിക്കട്ടെ. ഓവൻ
പ്രീഹീറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് പൈപ്പിംഗ് ബാഗ് വെച്ച് കൊടുത്തിരിക്കുകയാണ്. നമുക്കിതിലേക്ക് ആക്കി കൊടുക്കാം. കട്ട്. ഇനി ഇതിലേക്ക് ഇത് ബ്ലാക്ക് ബെറിയുടെ ജാമാണ്. അത് നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ മഫിൻസ് എല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓവൻ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ മഫിൻസ് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. 170-ൽ 20 മിനിറ്റ്സ് ആണ് ടൈം ആവശ്യമായിട്ട് വരിക. ഇനി ആ സമയത്ത് ആയിട്ടില്ല, ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയിട്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നുകൂടെ ഒരു 5 മിനിറ്റ് കൂടെ വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ ഇതാ മഫിൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. 170-ൽ 20 മിനിറ്റ് ഉണ്ടോ? ഭയങ്കര ക്യൂട്ടല്ലേ കാണാനായിട്ട്. കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ മഫിൻസ്? അടിപൊളിയല്ലേ? അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ.